കീടബാധ. എന്നെ പിടിക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. മായിക്കുട്ടിയെ അവനെ പോയി പിടിയവനെ, മോയിക്കുട്ടിയെ ഇതിനെ പോയി പിടിയവനെ. നിങ്ങൾ എന്നെ പിടിക്കടാ. കള്ളൻ കള്ളൻ ഓടിവാ ഓടിവാ. അമരണ്ട ഞാൻ എന്നെ തല്ലാൻ കൊല്ലാൻ വന്നല്ല. പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം? അന്നെ പിടിച്ചുകൊണ്ടെല്ലാം പറഞ്ഞു. പിടിച്ചുകൊണ്ടല്ലാനോ? ആര്? മാത്തുകുട്ടി മുതലാളി. മാത്തുകുട്ടി മുതലാളിയോ? ഓ മനസ്സിലായി മനസ്സിലായി, മാത്തുകുട്ടി മുതലാളി. എന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞത്? നിന്നെയും കൊണ്ടല്ലാതെ മുതലാളിന്റെ മുമ്പ് കണ്ടുപോരുത്. നിങ്ങളുടെ മുതലാളിയുടെ ഒരു കാര്യം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാ. അല്ലെങ്കിൽ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ആരെങ്കിലും ഇങ്ങനെ വാശി പിടിക്കോ? മനസ്സിലായില്ല. അതെ, നിങ്ങളെ മുതലാളി എന്നോടൊരു പുസ്തകം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിടിച്ചേ. ഏതായാലും നിങ്ങളൊരു ഉപകാരം ചെയ്യും, ഇത് മുതലാളിക്കൊന്ന് കൊടുക്കണം. എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് കൊടുത്താ പോരേനോ? നേരിട്ട് കൊടുക്കാൻ മുതലാളിയാ ഞാൻ കാണണ്ടേ? ഇത്രയും നേരം നിന്നെ ഓടിച്ചിട്ട് മുതലാളിയെ കണ്ടില്ല. ഓ എന്റെ ദൈവമേ, അത് മുതലാളിയായിരുന്നോ? ഞാൻ കരുതി വല്ല പിടിച്ചു പറിക്കാരുമായിരിക്കുന്നു. നിങ്ങൾക്ക് അത്രയല്ലേ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അയാളെ കാണുമ്പോ കൊള്ളക്കാരനായിട്ടാ തോന്നല്. ഓ അയാളുടെ ഒരു ഭാഗ്യം. അപ്പൊ പറഞ്ഞ പോലെ പുസ്തകം മുതലാളിക്ക് കൊണ്ടുകൊടുക്ക്. അതെ, ഒന്നവിടെ നിന്നേ. പുസ്തകത്തിന്റെ കാശ് തരാതെ എങ്ങോട്ടാ? കാശ് മുതലാളിയോട് പോയി തരാം. അതുവരെ ഞാനിവിടെ മേലോട്ട് നോക്കിയിരിക്കണോ? എനിക്കാണെങ്കിൽ അർജന്റായി വീട്ടിലെത്തണം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, പുസ്തകം കൊടുക്കുമ്പോൾ മുതലാളിയോട് കാശ് വാങ്ങി നീ എടുത്തോ. തൽക്കാലം ഇതിന്റെ കാശ് നീ തന്നാ മതി. ഞാനോ? എത്ര ഇതിന്റെ വില? 645 രൂപ. 645 റുപ്യ? എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. ബാക്കി എവിടെന്നെങ്കിലും വാങ്ങി തരൂ. ഞാൻ എവിടുന്ന് വാങ്ങിത്തരേ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ, ആരോടെങ്കിലും വാങ്ങി തരൂ. മുതലാളിയോട് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാലോ. ഹലോ ചേട്ടാ, ചേട്ടാ ഒന്നിങ്ങോട്ട് വരൂ. ഇയാൾക്ക് ഒരു 195 രൂപ കടം കൊടുക്കൂ, ഉടനെ തിരിച്ചു തരും. താങ്ക് യു. കണ്ടോ, വേറെ ഒരു കൂലിപ്പണിക്കാരനായ എനിക്ക് ആര് കടം തരാനാ? കൂലിപ്പണിക്കാരനായിരുന്നോ? എന്നാൽ ഇത് ആദ്യം പറയണ്ടേ? എന്നോട് ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ. ഞാൻ ആളറിയാതെ മോശമായി പെരുമാറിപ്പോയി. എന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ഞാൻ ജനിക്കുന്നതിന്റെ 14 വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി. അന്നു മുതൽ ഞാനും കൂലിപ്പണിക്കാരെ സ്നേഹിച്ചു തുടങ്ങി. ഇന്നും ആ പ്രക്രിയ അഭംഗുരം തുടരുന്നു. അതുകൊണ്ട് ചേട്ടന്റെ കയ്യിലുള്ള കാശ് തന്നാ മതി, പുസ്തകം ഞാൻ തരാം. എന്റെ കയ്യിൽ ആകെ 450 റുപ്യുള്ളൂ. മതി, ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. പക്ഷെ ഒരു കാര്യം, നീ മുതലാളിയോട് 645 രൂപ തന്നെ വാങ്ങാം. അപ്പൊ നിനക്ക് 195 രൂപ ലാഭം. സന്തോഷായില്ലേ? എന്ത് നല്ല മനുഷ്യൻ. എനിക്ക് വെറുതെ 195 റുപ്യ കിട്ടി. ആ പരട്ട പുസ്തകാരെ പിടിച്ചോണ്ടാ വന്നിട്ടേ നീയോടൊന്ന് ഇലിക്ക. മുതലാളിക്കെന്തിനാ മോനെ? നമുക്ക് കാര്യം നടന്നാ പോരെ? എന്ത് കാര്യം? മുതലാളി ഒരു 645 റുപ്യ എടുക്ക്. മുതലാളി ബോധം കിടന്ന് കാഴ്ച കാണിച്ചു തരാം. നീ കാര്യം തെളിച്ചു പറ, അല്ലെങ്കിൽ നിന്റെ ചങ്കാൻ കലക്കും. ഇതിനല്ലേ മുതലാളി ഒരു തിരക്ക്. മുതലാളി മരിച്ചേ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങൾ ആരാ? ഞാനോ? അന്നെ പിടിച്ചു കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മുതലാളി. മുതലാളിയോ? ഏത് മുതലാളി? നമ്മളെ മാത്തുക്കുട്ടി മുതലാളി.
മാത്തുക്കുട്ടി മുതലാളിയോ? ഓ, മനസ്സിലായി. അതെ, നിങ്ങളൊരു 645 രൂപ ഇങ്ങോട്ട്. 645 ഉറുപ്പ്യേ? ആ, എന്തിനാ അത്? ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. നിന്റെ മുതലാളി ഒരു മാസം മുമ്പ് ഏൽപ്പിച്ചതാ. ഇതുവരെ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ കാശ് മുതലാളി തരും, അത് നീ എടുത്തോ. ഞാനിനി ഇത് കൊടുക്കാനായി അതുവരെ വരണോ? അപ്പൊ എനിക്കൊരു സംശയം. ഈ പുസ്തകം കൊടുക്കാനായിരുന്നെങ്കിലേ മുതലാളിയെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതിന് വേറൊരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അതിനു മുമ്പ് നീ ഈ ബുക്കിന്റെ കാശെടുക്ക്. എന്റെ കയ്യിൽ ആകെ 450 ഉറുപ്പ്യുള്ളൂ. 3 ദിവസം പണിയെടുത്ത കൂലി അത്. 450 രൂപയോ? അതെനിക്ക് ഭയങ്കര നഷ്ടാ. എന്നാലും വേണ്ടില്ല. പക്ഷെ ഒരു കാര്യം, മുതലാളിയുടെ കയ്യിൽ നിന്ന് 645 രൂപ തന്നെ വാങ്ങണം. ബാക്കി നീ എടുത്തോ, എന്റെ വകയാണെന്ന് കൂട്ടിയാ മതി. നാ, കാശെടുക്ക്. താങ്ക് യു. പോകാൻ പറ്റേ? എന്താ? നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. എന്ത് ചോദ്യം? മുതലാളിയെ കണ്ടപ്പോ എന്തിനാ ഓടിയത്? അതിപ്പോ സഹോദര, ഒരാൾ മറ്റൊരാളെ ഓടിക്കാൻ തീരുമാനിച്ചാൽ ആരായാലും ഓടിപ്പോവും. ഉദാഹരണത്തിന് നീ എന്നോട് ഓടടാന്ന് പറഞ്ഞാൽ ഞാൻ ഓടിപ്പോവും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നീ എന്നോടൊന്ന് പറയ്. എന്ത്? ഓടടാന്ന്. ഓടടാ? ഛേ, ഇതെന്തോന്ന് പറച്ചില്? ഒന്ന് ഉറക്കെ പറയ്. അത് ശരി, ഇപ്പോഴല്ലേ ഈ ഓട്ടത്തിന്റെ കുട്ടൻസ് മനസ്സിലായത്. മുതലാളി എന്തൊരുറക്കാത്? എണീക്ക് മുതലാളി. അങ്ങനെ മുതലാളി, അവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചു. മുതലാളി ഇന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഭംഗിയാക്കിയാ വന്നത്. ഇതാ ഒരു 645 രൂപ കഴിച്ചു. ആരാ ഇവിടെ ഒരു ജുബയും മുണ്ട് ഉണക്കാനിട്ടത്? ആരും ഇല്ലെങ്കിൽ എനിക്കെടുക്കാം. രാത്രി ഉറങ്ങുമ്പോ ഇടാം.